സ്റ്റാർ സിംഗർ സീസൺ 10-ൽ മൺസൂൺ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി എപ്പിസോഡ് 37-ൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. സ്റ്റാർ സിംഗറിൻ്റെ റേറ്റിംഗ് കുത്തനെ ഉയർത്തിയ ലാലേട്ടൻ്റെ മാസ് എൻട്രിയും ചിത്രചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ, ഹോം ടൂറിൻ്റെ ഫ്ലാഗ് ഓഫ് എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ലെജൻഡറി സിംഗർ ഉഷ ഉദുപ്പിൻ്റെ സംഗീതയാത്രയിലെ ഒരു വീഡിയോ കൂടി ഇവിടെ പ്ലേ ചെയ്യുകയുണ്ടായി. ദീദി ഇമോഷണലായിപ്പോയി. ചിത്രചേച്ചിയുടെ സംഗീതയാത്രയെ പരാമർശിക്കുന്ന ഒരു നീണ്ട വീഡിയോ തന്നെ പ്ലേ ചെയ്യുകയുണ്ടായി. തീർത്ഥയും സൂര്യനും അറിയാതെ അറിയാതെ എന്ന മനോഹര ഗാനം ഇവിടെ ആലപിച്ചു. ശിവപ്രിയയും വിധുരാജും ചേർന്ന് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്ന ഗാനമാണ് ആലപിച്ചത്. അടുത്തതായി പാടാനെത്തിയത് ദീപുവും കൃഷ്ണശ്രീയുമാണ്. പൊൻവീണേ എന്നുള്ളിൽ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനമാണ് അവർ പാടിയത്. സ്റ്റാർ സിംഗർ ടീം അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കൂടി ഉണ്ടായിരുന്നു. ലൂസിഫർ എന്ന ചിത്രത്തിലെ PK രാംദാസ് എന്ന കഥാപാത്രത്തെയാണ് ദിൽരാജ് മനോഹരമായി അവതരിപ്പിച്ചത്. വൈശാഖൻ അവതരിപ്പിച്ചത് ഇന്ദ്രജിത്തിന്റെ പോലീസ് കഥാപാത്രത്തെയാണ്. മനോഹരമായിരുന്നു ഇത്. അന്യൻ എന്ന ചിത്രത്തിൽ വിക്രം അവതരിപ്പിച്ച കഥാപാത്രമാണ് ശിവപ്രിയ ചെയ്തത്. വിധുരാജ് റാപ്പർ വേടനെയാണ് തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ചത്. സൂര്യനാരായണൻ അമരത്തിലെ അശോകനെ അവതരിപ്പിച്ചത് എല്ലാവരിലും ചിരി പടർത്തി. പവിത്ര കറുത്തമ്മയിലെ ശീലാമ്മയെ മനോഹരമായി അനുകരിച്ചു. ഗായത്രി ആവട്ടെ വേദിയിലിരിക്കുന്ന സിത്താരയെ തന്നെയാണ് അനുകരിച്ചത്. കിലുക്കത്തിലെ രേവതിയായാണ് കൃഷ്ണശ്രീ എത്തിയത്. ദീപു ജഗദീഷിനെ മനോഹരമായി അനുകരിച്ച് എല്ലാവരുടെയും കയ്യടി നേടി. മണിച്ചിത്രത്താഴിലെ ഇന്നസെൻ്റായി വന്ന ഗൗതം പ്രസാദ് എല്ലാവരെയും ചിരിപ്പിച്ചു. ബിന്ദു പണിക്കരുടെ മാനറിസങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിച്ചു തീർത്ഥ. പ്രേമലുവിലെ നായകൻ നസ്ലിനായാണ് അർജുൻ എത്തിയത്. മെൻറ്റർ കൂടിയായ നൗഷാദ് മാഷ് ഭീമൻ രഘുവിനെ മനോഹരമായി അവതരിപ്പിച്ചു. സിജു അതുല്യ നടൻ സത്യൻ മാഷിനെ ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു. എല്ലാവരും കൂടി ചേർന്ന് സ്റ്റേജ് തകർത്തു എന്ന് വേണം പറയാൻ. ദീദി ആവശ്യപ്പെട്ടതിനനുസരിച്ച് സിത്താരയും ഗായത്രിയും ചേർന്ന് ഗാനം ആലപിച്ചു. പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാട് കൂടി ഷോയിൽ എത്തിച്ചേർന്നു. ഹൃദയപൂർവ്വം സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അടുത്തതായി ദീദി പാടുന്ന എമ്പുരാനെ എന്ന ഗാനമാണ്. ഈ ഗാനം അവസാനിക്കുന്നിടത്ത് സ്റ്റേജിനെ തീ പിടിപ്പിച്ചുകൊണ്ട് ലാലേട്ടൻ്റെ മനോഹരമായ എൻട്രി ഉണ്ട്. ദീദിക്ക് പുറകിലൂടെ വന്നാണ് ലാലേട്ടൻ സർപ്രൈസ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് മോഹൻലാൽ സത്യനന്ദിക്കാട് ടീമിൻ്റെ കൂട്ടുകെട്ടിനെ കുറിച്ചും അവരുടെ സിനിമയെക്കുറിച്ചുമുള്ള മനോഹരമായൊരു വീഡിയോ പ്ലേ ചെയ്യുന്നു. ഓർമ്മകളെ ഒന്നുകൂടെ ഉണർത്തുവാനായി വൈശാഖനും ഗായത്രിയും ചേർന്നൊരു ഗാനം ആലപിക്കുന്നു. വൈശാഖ സന്ധ്യ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ആലപിച്ചത്. ലാലേട്ടനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ജോബിൻ മാസ്റ്ററും മോക്ഷയും ചേർന്നുള്ള അതിമനോഹരമായൊരു നൃത്തം കൂടി അവതരിപ്പിക്കുന്നുണ്ട്. മോഹൻലാൽ സത്യനന്ദിക്കാട് ടീമിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഹൃദയപൂർവ്വത്തിൻ്റെ ട്രെയിലർ കൂടി ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഗൗതം പ്രസാദും അർജുനും കൂടി ചേർന്ന് അവതരിപ്പിക്കുന്ന കരകാണ കടലലമേലെ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം കൂടിയുണ്ട്. ചിത്രചേച്ചിയുടെ ഗ്രാൻഡായ ബർത്ത്ഡേ സെലിബ്രേഷനാണ് പിന്നീട് നടക്കുന്നത്. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ചിത്രചേച്ചിക്ക് അതിമനോഹരമായൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. വോയിസ് റെസ്യൂമെയാണ് കൊടുക്കുന്നത്. 25,000 പാട്ടുകളും അനാലിസിസും എല്ലാം അടങ്ങിയ വോയിസ് റെസ്യൂമെ അതുപോലെ തന്നെ ലാലേട്ടനും കൊടുക്കുന്നുണ്ട്. ബോസിനു വേണ്ടി സ്റ്റേജും സമയവും ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഹോം ടൂർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ലാലേട്ടനാണ്. ഇനി 100 ദിവസങ്ങൾ ബിഗ് ബോസിനു വേണ്ടിയുള്ളതാണ്. സ്റ്റാർ സിംഗേഴ്സ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിപാടികൾ അവതരിപ്പിക്കും. വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്